മോരുകറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഈ ഒരു മോരുകറി തേങ്ങ അരച്ചിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരവിയത് നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പിനുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇത് അരക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കൂടുതലൊന്നും വെള്ളം വേണ്ട, 1/2 കപ്പ് വെള്ളം മതി. എന്നിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഈ ചട്ടിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ സെയിം ജാറിലേക്ക് തന്നെ 1 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും കൂടി ചേർത്തിട്ട് 1 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കണം. തൈര് ഞാനിപ്പോൾ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഈ തേങ്ങ അരപ്പ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യുക. ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. തിളക്കാനൊന്നും പാടില്ല, തിളച്ചു പോകാനൊന്നും പാടില്ല. തിളക്കുമ്പോൾ നമ്മുടെ തേങ്ങ പിരിഞ്ഞു പോകും. ഇപ്പോൾ അരപ്പൊന്ന് ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച തൈരും കൂടി ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. തിളക്കാനേ പാടില്ല, തിളച്ചു പോയാൽ ഈ കറിയുടെ ടേസ്റ്റ് ആകെ പോകും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടണം. വെളിച്ചെണ്ണയിലാണ് കടുക് വറുത്തിടുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ആവശ്യത്തിന് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള യൂസ് ചെയ്യാം. ഇതൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഇതുപോലെ വറുത്തെടുക്കണം. ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്